പളനിയിൽ നിന്ന് നമ്മൾ നേരെ പോയത് കൊടൈക്കനാലിലോട്ടാണ്. പളനിയിൽ നിന്ന് കുറച്ച് മണിക്കൂർ മാത്രമേ കൊടൈക്കനാലിലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വെക്കേഷൻ കുറച്ച് കളർഫുൾ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. കോടയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററേ. അവിടെ ചെന്ന സമയത്ത് കോടയും ഉണ്ടായിരുന്നില്ല, ഒരു പൂടയും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ പോലുള്ളവർക്ക് ഈ ഒരു സീസൺ ആയിരിക്കും ബെറ്റർ. കാരണം തണുപ്പിൻ്റെ എഴുതി കാണിച്ചാൽ ഞാൻ നിലത്ത് കിടന്ന് വിറയിലാണ് കേട്ടോ. മോനോട്ടനെ പളനിയിൽ നിന്ന് മുട്ട അടിച്ചുകൊണ്ട് വന്നതേ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിൻ്റെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഒന്ന് സെറ്റായത്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ചെയ്തിരുന്നൊരു യാത്രയല്ല കേട്ടോ ഇത്. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഓർമ്മകൾ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം സ്ട്രെസ് ഒന്ന് കുറയ്ക്കണം, അത്ര മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിലും പൊള്ളുന്ന വിലയാണ്. നമ്മുടെ പ്ലാനുകളെല്ലാം കുളവാക്കിയത് ഈ മഴയായിരുന്നേ. എന്നിരുന്നാലും കുഴപ്പമില്ല, ആ മഴയ്ക്കും ഉണ്ടായിരുന്ന ഒരു വൈബ്. ആ സമയമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മഴ കാരണം നമുക്ക് ഫുൾ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് റൂമിലോട്ട് പോയി. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഇതിലുള്ള ബൈ ബൈ.